നമസ്കാരം, എല്ലാ കുട്ടികൾക്കും മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എൻട്രൻസിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുമാണ്. കുസാറ്റ്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, ഏകദേശം 50 വർഷമായിട്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും നല്ലൊരു ബിടെക് പ്രോഗ്രാംസുകൾ നടത്തപ്പെടുന്ന ഒരു സ്ഥാപനമാണ്. അതിനുള്ളിലെ നമ്മുടെ അഡ്മിഷൻസുകൾ മീൻസ് പല കോഴ്സുകളുണ്ട്. അത് UGs ഉണ്ട്, UG പ്രോഗ്രാംസ് ഉണ്ട്, PG പ്രോഗ്രാംസ് ഉണ്ട്, എല്ലാം ഉണ്ട്. നമുക്ക് ഇതിനെല്ലാം ഒരു കോമൺ അഡ്മിഷൻ ടെസ്റ്റ് ഉണ്ട്, ക്യാറ്റ്, അതാണ് അതിൻ്റെ ഷോർട്ട് ഫോം. അപ്പോൾ ഇതിൻ്റെ ബിടെക് പ്രോഗ്രാംസിൻ്റെ മാത്തമാറ്റിക്സ് സിലബസ് അതാണ് നമ്മുടെ ഇന്നത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. കൂടാതെ നമുക്ക് ഇതിൻ്റെ ആ എക്സാം പാറ്റേൺ എങ്ങനെയാണ്, എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസുകൾ ഓരോ സബ്ജക്റ്റ് വൈസ് ആയിട്ടും, നമുക്കിപ്പോൾ ബിടെക്കിനാണെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രിയാണ്. ഇതിൻ്റെ എന്തുമാത്രമാണ് ഓരോന്നിൻ്റെയും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്നുള്ളതും ഒന്ന് കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ട് സിലബസിലോട്ട് കയറാം. സിലബസിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഓർക്കുക, ഇതിന് പ്രത്യേകിച്ച് ഇന്നത് പഠിക്കണം എന്ന് അവർ പറഞ്ഞിട്ടില്ല. നമുക്ക് വേണ്ടത് +1 +2 ആണ് വേണ്ടത്. 10th ലെവൽ തൊട്ട് ചോദിക്കാം, +2 കഴിഞ്ഞിട്ടുള്ളതും വരാം. ഒരു മെയിനായിട്ടുള്ളൊരു കാര്യം പറയുവാണെങ്കിൽ, നമ്മൾ ഈ 12th ഇപ്പോൾ നമുക്ക് ഒത്തിരി ഡിലീറ്റഡ് ടോപ്പിക്സ് ഒക്കെ ഉണ്ട്. പക്ഷേ ഡിലീറ്റഡ് ടോപ്പിക്സ് കളഞ്ഞിട്ട് മാത്രമായിട്ടാവരുത്. കാരണം അതൊക്കെ ഡിലീറ്റഡ് ഉൾപ്പെടെ ആയിരിക്കും ചിലപ്പോൾ ചില ചോദ്യങ്ങളും വരുന്നത്. അപ്പോൾ പഴയ NCERT പഠിച്ച്, അല്ലെങ്കിൽ അങ്ങനെ പഠിക്കാൻ സാധ്യത ഇപ്പോൾ കുറവാണ്, അങ്ങനെയുള്ളവർക്ക് വളരെ ഈസി ആയിരിക്കും. ഇത്തിരി നല്ല രീതിയിൽ കൂടെ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം എല്ലാവരും അറിഞ്ഞിരിക്കുക. ടോട്ടൽ ക്വസ്റ്റ്യൻസുകൾ 225 ആണ്. ഓക്കെ, നമ്മൾ നേരത്തെ വീഡിയോയിൽ മാർക്കും കാര്യങ്ങളും ഒക്കെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതുകൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളാണ്. ഈ 225 ക്വസ്റ്റ്യൻസുകൾ 3ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. പേപ്പർ 1 ഇത് രണ്ടുകൂടെ ചേർത്ത് പേപ്പർ 2 എന്ന് പറഞ്ഞാൽ, പേപ്പർ 1 എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന തോന്നുന്നു, മാത്സ് ആണ്. പേപ്പർ 2 വരുന്നത് 2 പേർ, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി. ഈ മാത്സിനുള്ളിൽ നമുക്ക് വരുന്നത് ഈ 225 ക്വസ്റ്റ്യൻസിൽ 90 ക്വസ്റ്റ്യൻസുകളും മാത്സിൻ്റെ ആണ്. അതെല്ലാവർക്കും അറിയാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോഴും പോകുന്നത്, അതേപോലെ എല്ലാ എക്സാംസിനും ഇത്തിരി കൂടുതൽ നമ്മുടെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നത് മാത്സ് ആണ്. ഫിസിക്സ്, കെമിസ്ട്രി, ഫിസിക്സിന് 75, കെമിസ്ട്രിക്ക് 60. അപ്പോൾ ഇതെല്ലാം കൂടെ വരുമ്പോൾ 9, 6, 15, 7, 22, 225. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസുകൾ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ പഠിക്കുക എന്നുള്ളത് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. വലിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നോക്കി, ഇത് 60, ഇത് 75, ഇത് 90 എന്ന് പറയുമ്പോൾ അത്ര മോശക്കാരല്ല. ഒരു 15ൻ്റെ ഡിഫറൻസേ വരുന്നുള്ളൂ. ഏറ്റവും നല്ലപോലെ പഠിക്കേണ്ടതുമാണ് എല്ലാം. ഞാൻ പറഞ്ഞു, 2 വർഷത്തെയും ഏറ്റവും നല്ല രീതിയിൽ കൂടെ പഴയ സിലബസ് വെച്ച് മീൻസ് ഇച്ചിരി കൂടുതൽ നിങ്ങൾ പഠിക്കാൻ പറ്റിയാൽ ഇതിന് നല്ല രീതിയിൽ കൂടെ പെർഫോം ചെയ്യാൻ പറ്റും. ഞാൻ മറ്റൊരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ പോകുന്നത്, നമ്മളിവിടെ കീമ NDA ഒക്കെ നമ്മൾ ഒത്തിരി പേര് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്തവർ എഴുതിയിട്ടുമുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മുടെ JEE ലെവലുമായിട്ട് ഏകദേശം മീൻസ് അത്ര ടോപ്പല്ല, ചെറിയ ടച്ച് ഉള്ളതാണ് നമ്മുടെ കോമൺ അഡ്മിഷൻ ടെസ്റ്റ് ക്യാറ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ മാത്സിൻ്റെ സിലബസിലോട്ട് കയറാം. അപ്പോൾ നമ്മുടെ സിലബസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ബോർഡിൽ കാണുന്ന എല്ലാം നല്ലവണ്ണം നോക്കണം. നിങ്ങൾ പരിചയിച്ചിട്ടില്ലാത്ത ചില ചാപ്റ്റേഴ്സുകളുടെ പേരുകളും കാണാം. അപ്പോൾ നമുക്ക് ഏകദേശം എക്സാമിന് 3 മണിക്കൂറിൻ്റേതാണ് കേട്ടോ. 3 hours എക്സാമാണ് നിങ്ങൾക്ക് വരുന്നത്. ഓക്കെ, മാത്സിൻ്റെ സിലബസ് ആണ് നമ്മൾ ആദ്യം തന്നെ എഴുതിയേക്കുന്നത്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചാപ്റ്ററായ ട്രിഗണോമെട്രി ഫങ്ഷൻസ് ആണ്. വളരെ വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്. ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസുകൾ പ്രതീക്ഷിക്കാം. നിങ്ങൾ കണ്ടിട്ടില്ലാത്തതും പുതിയതായിട്ടും പുതിയ രീതിയിൽ കൂടെ ചിന്തിക്കേണ്ടതും ഒക്കെ ട്രിഗണോമെട്രിയിൽ നിന്നും വരാം. അത്രയ്ക്ക് രസകരമായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. നെക്സ്റ്റ്, ലീനിയർ ഇൻഇക്വാലിറ്റീസ്, കോംപ്ലക്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അത് ശ്രദ്ധിച്ചോണം, കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. ഇത് രണ്ടും ഭയങ്കര റിലേഷൻസ് ഉള്ളത്, രണ്ടും കൂടി ഒരുമിച്ചുള്ള ക്വസ്റ്റൻസ് ആയതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻസുകൾ കൂടുതൽ നമ്മൾ പഠിച്ചിട്ടുള്ളതല്ല എക്സാമിന് വരുന്നത്, പുതിയതാണെന്നുള്ള കാര്യം ഓർത്തോണം. നെക്സ്റ്റ്, പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ, അതൊരു പുതിയതാണ്. ബൈനോമിയൽ തിയറം, ഇപ്പോൾ ഇത് നമുക്ക് സിലബസിൽ വളരെ കുറവാണ്, പക്ഷേ എക്സാമിന് ചെറിയ ചെറിയ ക്വസ്റ്റൻസുകൾ വരാറുണ്ട്. ബൈനോമിയൽ തിയറം, സീക്വൻസസ് ആൻഡ് സീരീസ്, സ്ട്രെയിറ്റ് ലൈൻസ്, കോണിക് സെക്ഷൻസ്, അതൊക്കെ നമ്മൾ ഓക്കെയാണ്. കാൽക്കുലസ്, ഞാൻ ഈ കാൽക്കുലസ് എന്ന് എഴുതിയേക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് അതിനുള്ളിലെല്ലാം ഭയങ്കരമായിട്ടുള്ളൊരു വലിയൊരു ബ്രാഞ്ചാണ് മാത്സിൻ്റേത്. നിങ്ങളത് പഠിക്കാനുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. തുടക്കം ലിമിറ്റ്സ്, അടുത്ത കണ്ടിന്യൂറ്റി, നെക്സ്റ്റ് ഡിഫറൻസിയേഷൻ,
അടുത്ത ഇൻറ്റഗ്രേഷൻ, ഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ, ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ്, ആപ്ലിക്കേഷൻസ് ഓഫ് ഡെഫിനിറ്റ് ഇൻറ്റഗ്രൽസ്, ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടുന്നുണ്ടെന്നുള്ള കാര്യം ഓർത്തോണം. നെക്സ്റ്റ് മാത്തമാറ്റിക്കൽ റീസണിങ്, അതൊക്കെ കൊച്ചതേ ഉള്ളൂ. സ്റ്റാറ്റിസ്റ്റിക്സ്, 3D, ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസ്, മെട്രിസസ്, ഡിറ്റർമിനൻറ്റ്സ്, ലീനിയർ പ്രോഗ്രാമിംഗ്, റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ്, വെക്റ്റേഴ്സ് ആൻഡ് പ്രോബബിലിറ്റി. നമ്മൾ ഏകദേശം +1 +2 ഫുൾ ടോപ്പിക്സും കവർ ചെയ്യണം എന്ന് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. അല്ലാതെ പ്രിസ്ക്രൈബഡായിട്ട് ഇന്നതാണ് എന്ന് പറഞ്ഞിട്ടില്ല. +1 ആൻഡ് +2 ഫുള്ളാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാകാം എല്ലാം പഠിച്ചിരിക്കണം. കറക്റ്റ്, എല്ലാം പഠിക്കണം. പക്ഷേ പഠിക്കേണ്ടത് +2 പഠിച്ചതുകൊണ്ട് മാത്രം ഒന്നും പോരാ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒന്ന് പഴയ കാലത്തെ ക്വസ്റ്റ്യൻസുകളൊന്ന് നോക്കിയാൽ മതി, അന്നേരം അറിയാം ഇതിൻ്റെ ബുദ്ധിമുട്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ നല്ല രീതിയിൽ കൂടെ നോക്കണം. രണ്ടാമത് ഞാൻ ഇതിൻ്റെ അകത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസുകൾ ഒന്ന് നിങ്ങൾക്ക് PDF ആയിട്ട് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ നോക്കാം. ഓക്കെ, അപ്പോൾ അതോടെ ആകുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും ഈ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസുകൾ എന്തുമാത്രം ടഫാണെന്ന്. അപ്പോൾ എല്ലാവരും മാക്സിമം ഇത് അപ്ലൈ ചെയ്യണം, എഴുതാൻ ശ്രമിക്കണം. അവസരങ്ങൾ എപ്പോഴും മുന്നിൽ വരില്ല, വരുന്നതിനെ നിങ്ങൾ മാക്സിമം ഉപയോഗിക്കാൻ ശ്രമിക്കുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് മറക്കാതെ ഷെയർ ചെയ്യുക. എല്ലാവരിലും ഇത് എത്തണം, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഒരാളോട്ടൊന്ന് ഷെയർ ചെയ്ത് പുതിയ പുതിയ കാര്യങ്ങളിലോട്ട് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മുടെ ഈ മറ്റുള്ള മൊബൈൽ ഫോണും സോഷ്യൽ മീഡിയയൊക്കെ കുറച്ചൊക്കെ നമ്മൾ കുറച്ചുകൊണ്ടിരിക്കും. മാക്സിമം നമുക്ക് പഠിത്തത്തിലോട്ടുള്ളൊരു ശ്രദ്ധ എത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. ഗുഡ് ബൈ.